കണ്ണുകൾക്ക് കുളിർമയേകുന്ന നൃത്ത വിസ്മയവുമായി ഇന്നത്തെ റെഡ് കാർപ്പറ്റിന്റെ എപ്പിസോഡ് നമ്മളിവിടെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ റെഡ് കാർപ്പറ്റിൽ ഇന്ന് എൻ്റെ കൂടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വരുന്നത് മലയാള സിനിമയിൽ ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ നമുക്ക് വേണ്ടി സമ്മാനിച്ച ദ ലവ്ലി ശൃന്ദ. ഓലഞ്ഞാലി കുരുവി എന്നൊക്കെ പറഞ്ഞു വരുമ്പോ ഒരു സ്കൂൾ കുട്ടി നടന്നു വരണ പോലെ തന്നെ വരുന്നുണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കണേ, എനിക്ക് ഇപ്പൊ കുറെ ദിവസമായിട്ട് ഞാൻ ശൃന്ദയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ സിനിമയിൽ കാണുന്ന കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജി വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ഒക്കെയാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഭയങ്കര പാവമായിട്ട് അധികം സൗണ്ട് പോലും പുറത്തു വരാതെയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ കഥാപാത്രത്തിന് വേണ്ടി അങ്ങനെ പ്രിപ്പറേഷൻസ് എടുത്ത് അങ്ങനെ ആവുന്നതാണോ? അത് പൊതുവെ എങ്ങനെയാണ് ക്യാരക്ടർ? പൊതുവെ ഇതിന്റെ രണ്ടിന്റെ മിക്സ് ആണ്. ചില സമയത്ത് ഭയങ്കര എനർജി വേറെ ലെവലായിരിക്കും. പിന്നെ അത് മാത്രല്ല, എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ആൾക്കാര് എന്നെ കൂടുതലും അങ്ങനെ കാണാൻ അങ്ങനെയാണെന്നങ്ങ് വിചാരിക്കുകയാണ്. പിന്നെ സിനിമ ചെയ്യുമ്പോ ഇല്ലേ, എനിക്ക് ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് ആക്ച്വലി ആ എനർജി തന്നെ വരും. അല്ലാത്തപ്പം എനിക്ക് തോന്നുന്നു അത്ര എനർജി ആ സമയത്ത് കൊടുക്കണം, അല്ലാത്തപ്പം ഡ്രെയിൻ ഔട്ട് ആയിട്ട്. അതാ ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരണം അങ്ങനത്തെ ഒരു ക്യാരക്ടർ വേണം, ഷെർലക് ടോംസിലെ രേഖ അല്ലെ. രേഖ എന്ന് പറയുന്ന ഭാര്യ ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് ഭാര്യയാണ്. ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു. അതിനകത്ത് ബിജുവിന്റെ ക്യാരക്ടർ പറയുന്നത് തന്നെ ശബ്ദരേഖ എന്നാണ്. അതുപോലത്തെ സൗണ്ടാണ് ഇപ്പോഴും. അപ്പൊ ആ ക്യാരക്ടറിനെ കുറിച്ചിട്ടും ആ സിനിമയെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു എന്താണ് ഒരു നല്ലൊരു സ്വീറ്റ് മെമ്മറി? ഷാഫി സാറും റാഫി സാറിനെയും കൂടെ എനിക്ക് എപ്പോഴും വർക്ക് ചെയ്യാൻ ഇഷ്ടം. അത്രയും രസമാണ് അവരുടെ കൂടെ വർക്ക് ചെയ്യല്ലേ. ഭയങ്കര ആ എനർജിയും ആ ഒച്ച എല്ലാം വരും തന്നെ. ആ ഡയറക്ടറിന്റെ കൂടെ തന്നെയാണ് 2 കൺട്രീസിലും പേരായിട്ട് തന്നെ ഒരു ക്യാരക്ടർ ചെയ്തത്. അതെ, 101 വെഡിങ്സിൽ ആക്ച്വലി ഞാൻ ബിജുചേട്ടന്റെ പേരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതും ഷാഫി സാറിന്റെ സിനിമയാണ്. നേരത്തെ ഞാൻ നിവിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് പറഞ്ഞില്ലേ, ഒരു സെലിബ്രേറ്റ് സെയിം അതേ മൂഡാണ് ഷാഫി സാറിന്റെ ഒക്കെ ലൊക്കേഷനിലില്ലേ, അവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഫുൾ ഫണ്ണാണ്. അത് ഭയങ്കര അടിപൊളിയാണ്. ആൻഡ് ആസ് എൻ ആർട്ടിസ്റ്റ് ശൃന്ദയ്ക്ക് വന്ന ഒരു മാറ്റം ഇത്രയും വർഷത്തെ ഒരു കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു മാറ്റം എനിക്ക് വന്നിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടോ? ഞാൻ സിനിമയ്ക്ക് മുമ്പ് ഇങ്ങനെ തന്നെയായിരുന്നു. ഓ, അത് ശരി. ഞാൻ മോഡലിംഗ് ചെയ്യുമ്പോഴും അല്ലാണ്ടൊക്കെ എൻ്റെ ലൈഫിലും ഒക്കെ ഞാൻ ഇങ്ങനെ എനിക്കിഷ്ടമുള്ള പോലെ ഡ്രസ്സ് ചെയ്യാനും എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്. ആ രീതിയിൽ ജീവിക്കാനും അങ്ങനെ തന്നെയാണ് ഞാൻ സിനിമയ്ക്ക് പുറത്തും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കഥാപാത്രമായിട്ടല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അങ്ങനെ ഒരു എക്സ്പോഷർ എല്ലാവർക്കും ചെയ്യാനുള്ളൊരു ഇത് സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടല്ലോ. അപ്പൊ അത് ചോദിക്കട്ടെ, വേറെ എന്തൊക്കെയാണ് ഹോബീസ് ഉള്ളത്? ഈ അഭിനയം അതൊക്കെ നമ്മൾ കുറച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ ശൃന്ദ വീട്ടിലിരിക്കുമ്പോ വേറെ എന്തൊക്കെയാണ് ഹോബീസ്? വീട്ടിലിരിക്കുമ്പോ ഏറ്റവും കൂടുതൽ കാണുന്ന സിനിമ കാണും. എഴുതിയിരിക്കാൻ ഇഷ്ടം. എഴുതോ അങ്ങനെയൊന്നുമില്ല? എഴുത്തില്ല. എനിക്ക് ബേസിക്കലി വെറുതെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നിട്ടാണ് ഗെയിം ഒക്കെ കളിക്കുന്നത് അല്ലെ? വീട്ടിലിരിക്കുമ്പോ വെറുതെ അങ്ങ് ഇരിക്കും. മടിച്ചിയാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മളും കുറച്ച് ഗെയിമിലേക്കൊക്കെ ഇറക്കിയത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലും ഒരു അടിപൊളി ഗെയിം ഉണ്ട്. ഒരു മ്യൂസിക്കൽ ഗെയിമിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ റെഡിയാണോ? അതിനൊരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്. റെഡിയാണോ? റെഡിയാണെന്ന് ഉഷാറിൽ റെഡിയാണ്. ഓക്കെ, അപ്പൊ ആ പ്രോപ്പർട്ടി വരട്ടെ. അപ്പൊ നമുക്ക് എന്തായാലും ഗെയിമിനുള്ള പ്രോപ്പർട്ടി ഒക്കെ വന്ന് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. നമുക്ക് തുടങ്ങിയാലോ? റെഡി. അപ്പൊ ഞാനൊരു ഡയലോഗ് പറയും കേട്ടോ, അതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. My phone number is 2255. My phone number is 2255. My phone number is 2255. 2255. എന്ത്? രാജാവിന്റെ മകൻ. മൊത്തം My phone number is 2255. അത് ഓക്കെ, റെഡി. അപ്പോ ഒരെണ്ണം വളരെ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത്. ഓക്കെ, നീ പോ മോനെ ദിനേശ. വോളിയം കൂട്ടൂ. അടുത്തത്, ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മയുണ്ടോ ഈ മുഖം? ചതി, കൊടും ചതി. ഇതിരുടെ വോളിയം കൂട്ടു കുട്ടി. ഈ കുട്ടിക്ക് നന്നായി ചെവി കേൾക്കാം. ഇനി അടുത്ത ഡയലോഗ് കേട്ടോ വരുന്നു. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് എന്നിട്ട് പെണ്ണെന്ന പേരും. അഹങ്കാരത്തിന് കയ്യും കാലും വയ്ക്കുക എന്നിട്ട് പെണ്ണെന്ന പേരും. അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക എന്നിട്ട് പെണ്ണെന്ന പേരും. മനസ്സിലായില്ല? തോറ്റാ? ഒന്നും കൂടി പറ.
അഹങ്കാരത്തിന് കൈയും കാലും വെക്ക, എന്നിട്ട് പെണ്ണെന്ന പേരും. സോറി, തോറ്റു, അവിടെ തോറ്റു. ഇനി അടുത്തത്. എന്താടോ വാര്യരെ ഞാൻ നന്നാവാത്തെ? എന്താടോ വാര്യരെ ഞാൻ നന്നാവാത്തെ? എന്താടോ വാര്യരെ ഞാൻ നന്നാവാത്തെ? ഏതാണ്? ഒന്നുകൂടെ പറ. ലാലേട്ടന്റെ സിനിമയാണ്. ലാലേട്ടന്റെ അത് സിനിമ. മനസ്സിലായി. എന്താടോ വാര്യരെ ഞാൻ നന്നാവാത്തെ? എന്താടോ വാര്യരെ ഞാൻ നന്നാവാത്തെ? എന്താടോ വാര്യരെ? വാര്യരെ ഞാൻ നന്നാവാത്തത്. എന്താടോ വാര്യരെ താനോ? ഓക്കെ, ഞാൻ നന്നാവാത്ത. റെഡി റെഡി റെഡി. ഇനി അടുത്തത്. മേക്കപ്പ് കുറവാണോ ചേച്ചി? മേക്കപ്പ് കുറവാണോ? മേക്കപ്പ് കുറവാണോ ചേട്ടാ? ചേട്ടനല്ല, ചേച്ചി. സച്ചിൻ. മേക്കപ്പ് കുറവാണോ ചേച്ചി? മേക്കപ്പ് കുറവാണോ സച്ചിൻ? സച്ചിനോടാണോ മേക്കപ്പ് കുറവാണോന്ന് ചോദിച്ചത്? ചേച്ചിയല്ലേ. മേക്കപ്പ് കുറവാണോ ചേച്ചി? ചേച്ചി. അതാണ് ഡയലോഗ്. ഇനി അടുത്ത്. സവാരി ഗിരിഗിരി. സവാരി ഗിരി. ബെസ്റ്റ് കണ്ണ ബെസ്റ്റ്. ബെസ്റ്റ് കണ്ണ ബെസ്റ്റ്. ബെസ്റ്റ് കണ്ണ ബെസ്റ്റ്. ബെസ്റ്റ് കണ്ണ ബെസ്റ്റ്. അടിപൊളി. ഇനി കഴിച്ചോ. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ അതിഥി ആരാണ്, എന്ത് പെർഫോമൻസ് ആണ്, എന്തൊക്കെയാണെന്ന് അറിയാനുള്ള സമയമാണ്. അപ്പൊ അതിനു മുമ്പ് നമുക്കൊരു വിഷ്വൽ ഉണ്ട്, അതൊന്ന് നോക്കാം. ഹായ്, എൻ്റെ പേര് തസ്നി. ഞാൻ എറണാകുളം കാക്കനാടാണ് താമസിക്കുന്നത്. ഇപ്പോൾ 7 years ആയിട്ട് ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഡാൻസ് ക്ലാസ്. ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്ന റെഡ് കാർപ്പറ്റ് എന്ന ഷോയിൽ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തിരുന്ന എൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടാം. ഇതാണ് എൻ്റെ ഫാമിലി. ഇതെൻ്റെ ഉമ്മച്ചി സൗദ, ഹൗസ് വൈഫാണ്. ഇത് അനിയത്തി തമീമ, 7th പഠിക്കണം. പാപ്പിച്ചി പുറത്താണ്. ചേച്ചി ഉണ്ട്, ഡാൻസറാണ്, ഇപ്പോൾ കല്യാണം കഴിഞ്ഞത്. അമൃത ടിവിയിലെ റെഡ് കാർപ്പറ്റ് എന്ന ഷോയിൽ എനിക്ക് അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. റെഡ് കാർപ്പറ്റിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡാൻസ് പെർഫോമൻസുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ അതിഥി വരാൻ പോകുന്നത്. നോർമലി നമ്മൾ കണ്ടുവരാത്തൊരു ഡാൻസ് ഫോമാണ് ബട്ടർഫ്ലൈ ഡാൻസ്. അപ്പോൾ കുറേ എന്താ പറയുക, ബട്ടർഫ്ലൈസിനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ് തന്നെയാണ് വരാൻ പോകുന്നത്. കുറേ ചിത്രശലഭങ്ങളെ നമ്മൾ സ്വാഗതം ചെയ്യാണ്. ആദ്യം നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം തസ്നി. ബട്ടർഫ്ലൈ ഡാൻസ് ചെയ്യാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? സോ എങ്ങനെയാണ് നിങ്ങളുടെ ഗ്രൂപ്പും അവരെ കുറിച്ചിട്ടൊക്കെ പറയൂ. എത്ര ദിവസത്തെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഈ ഒരു പെർഫോമൻസിന് പിന്നിൽ? ഇതിപ്പോൾ ഒരു 1 week 2 week പ്രാക്ടീസ് ആയിരുന്നു. പക്ഷേ ഡാൻസിനെക്കാട്ടും കൂടുതൽ എഫേർട്ട് എടുത്തത് പ്രോപ്പർട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. മാസ്റ്ററും പിള്ളേരൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്തു തീർത്തത്. സാധാരണ ലൈറ്റ് വെച്ചിട്ടുള്ള ബട്ടർഫ്ലൈ ഡാൻസ് അല്ല, ഇത് ഈ പ്രോപ്പർട്ടിയിൽ കൊടുത്തിരിക്കുന്നത് ഫ്ലൂറസെന്റ് UV ലൈറ്റ് വെച്ച് ചെയ്യണം. സ്പെഷ്യലായിട്ടുള്ളൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഡാൻസ് ഫോം ഞങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ആരുടെ തീരുമാനങ്ങളായിരുന്നു? മാസ്റ്റർ തന്നെ, വിപിൻ മാസ്റ്ററിന്റെയാണ്. വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ ടീമിൽ? എത്ര പേരുണ്ട്? 4 പേരാ? ടീമിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ഗേൾസും ബോയ്സ് ഒക്കെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പോ ഗേൾസ് 4-5 ഗേൾസ് ആയിട്ടാണ് ഇവിടെ പെർഫോം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം. ഒരു ബട്ടർഫ്ലൈ ഡാൻസ് കാണാനുള്ള ഒരു ആവേശത്തിലാണ്. ഒരു ഡാൻസും കൂടെ ഉണ്ട്, പീകോക്ക് ഫെദർ ഡാൻസും കൂടെ ഉണ്ട്. പീകോക്ക് ഫെദർ ഡാൻസും കൂടി ഉണ്ട് അല്ലേ? ഒരു ബട്ടർഫ്ലൈയും ഒരു പീകോക്കും ഒക്കെ ആയിട്ടാണ് ഇവര് വന്നിരിക്കുന്നത്. മാസ്റ്റർ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും മാസ്റ്റർക്കും ഒരു വലിയ ഹായ്.